വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി ദേശീയ വരുമാനം എന്താണെന്നും ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണണേ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് GDPയും GNPയുമാണ്. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GNP എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും മൊത്ത ദേശീയ ഉൽപ്പന്നവുമാണ് ഇന്ന് പഠിക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാം? GDPയെ കുറിച്ച് പഠിക്കാം. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ്. അപ്പോൾ എന്താ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഒരു സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ആഭ്യന്തര അതിർത്തി എന്ന് പറയുന്നത്? ആഭ്യന്തര അതിർത്തി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഗവൺമെന്റിന്റെ, അതായത് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായിട്ടുള്ള ഒരു ഭൂപ്രദേശം. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും എന്താണ്? ഇന്ത്യക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഭൂപ്രദേശങ്ങളാണ്. ഇനി ഇതിൽ ഏത് ഉൾപ്പെടില്ല? വിദേശികളുടെയൊക്കെ കോൺസുലേറ്റുകളുണ്ടല്ലോ, എംബസികളൊക്കെ, അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടൂല കേട്ടോ. പിന്നെന്ന് പറഞ്ഞാല് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഏതിൽ ഉൾപ്പെടൂല? GDPയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഉദാഹരണത്തിന് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങള് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ, അതായത് GDPയിൽ എന്ത് ചെയ്യത്തില്ല? അതിനെ ഇൻക്ലൂഡ് ചെയ്യുകയില്ല. ഓർമ്മിച്ചു വെക്കണം, എന്താണ് GDP എന്ന് പറയുന്നത്? ഓർമ്മിച്ചു വെക്കുക, GDP എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം, അതാണ് GDP എന്ന് പറയുന്നത്. ഇനി വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം GDPയിൽ ഉൾപ്പെടുമോ? ഇല്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ GDPയിൽ അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ എന്ത് ചെയ്യത്തില്ല? ഉൾപ്പെടുകയില്ല. നമുക്ക് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നും കൂടെ നോക്കാം. രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവയാണ്: ഒന്ന് വ്യോമ അതിർത്തി, ജല അതിർത്തി, അതേപോലെ മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികള്, ഹൈ കമ്മീഷനുകള്, രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകള്, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം, പിന്നെ കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകള്. ഇവയൊക്കെ എന്താണ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി അഥവാ ആഭ്യന്തര അതിർത്തിക്ക് ഉദാഹരണമാണ്. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികള്, ഹൈ കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ എന്ത് ചെയ്യുന്നില്ല? ഉൾപ്പെടുന്നില്ല. അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് GNPയെ കുറിച്ചാണ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഓൾറെഡി നമ്മൾ GDPയെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പൊ GDPയിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. ഇതിനകത്ത് വിദേശങ്ങളിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ കമ്പനിയിൽ നിന്നുള്ള ലാഭമൊന്നും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല. GNPയിൽ എന്ത് ഉൾപ്പെടും? GNPയിൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഉൾപ്പെടും. അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നില്ലേ, അതിന്റെ പണമൂല്യം, അതിന്റെ ലാഭമൊക്കെ GNPയിൽ ഉൾപ്പെടും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്ന് നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. അപ്പൊ GNP എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. GNP എന്ന് പറയുന്നത് ഇതില് ഇന്ത്യക്കാര് വിദേശത്ത് ജോലി ചെയ്യുന്നത് ഉൾപ്പെടും, ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് ഉൾപ്പെടും. എന്നിട്ട് ഇതിൽ നിന്ന് എന്ത് കുറക്കണം? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അമേരിക്കക്കാരോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനമൊക്കെ നമ്മൾ ഇതൊന്ന് കുറയ്ക്കുകയും വേണം. അതായത് അതിനൊരു പേര് പറയും, NIFA എന്ന് പറയും. എന്താണ് NIFA എന്ന് പറഞ്ഞാൽ?
നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സ്വദേശീയ പൗരന്മാരും ഉണ്ടാവും, വിദേശീയ പൗരന്മാരും ഉണ്ടാവും അല്ലേ. ഇവരുടെ വരുമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് NIFA എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിദേശീയ ജോലി ചെയ്യുന്ന ആളുകളുടെ വരുമാനം ഏതിൽ നിന്ന് നമ്മൾ കുറക്കുന്നുണ്ട്? GNPയിൽ നിന്ന് കുറയ്ക്കും. ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ നമുക്ക് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നവും അതായത് GNP മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും അതായത് GDPയും തമ്മിൽ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? GNP എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉൾപ്പെടുന്ന പൗരന്മാരുടെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനം സേവനങ്ങളുടെ പണമൂല്യത്തോടൊപ്പം വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ സാധനങ്ങൾ സേവനങ്ങളുടെയൊക്കെ പണമൂല്യങ്ങൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ഉൾപ്പെടും. പക്ഷെ ഇതിന്ന് എന്ത് കുറയ്ക്കണം? വിദേശീയരായിട്ടുള്ള ആളുകളുടെ അവരുടെ സമ്പാദ്യത്തിന്റെ അല്ലെങ്കിൽ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം ഇതൊന്ന് കുറയ്ക്കണം. എന്നാൽ GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് കേട്ടോ. അത് ഓർമ്മിച്ചു വെക്കുക. ഇതിനകത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ വരുമാനമൊന്നും ഉൾപ്പെടുന്നില്ല. അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് അറ്റ ദേശീയ ഉൽപ്പന്നത്തെക്കുറിച്ചാണ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ NNP. ഒരു വാഹനമോ യന്ത്രമോ ഒക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വർഷം കഴിയുന്തോറും എന്ത് ചെയ്യും? അതിന് പ്രവർത്തനക്ഷമത കുറഞ്ഞു വരും അല്ലേ. അതിന് കേടുപാടുകൾ സംഭവിക്കും. ആ തേയ്മാനങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ എന്ത് ചെയ്യണം? ക്യാഷ് കൊണ്ടു കൊടുക്കണം അല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? അതായത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ അതിനകത്ത് പരിഗണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫാക്ടറി ആണെങ്കിൽ ഫാക്ടറിയിൽ യന്ത്രങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് ചിലപ്പോൾ കേടുപാടുകളൊക്കെ വരും. അങ്ങനെ കേടുപാടുകൾ വരുമ്പോൾ അത് നന്നാക്കേണ്ടതായിട്ട് വരും. ആ നന്നാക്കുമ്പോൾ അതിന് ചെലവുണ്ടാവും അല്ലേ. അങ്ങനെ ചെലവുകൾ ഏതിനകത്ത് പരിഗണിക്കാറുണ്ട്? ദേശീയ വരുമാനം കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യും? കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് NNP അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അറ്റ എന്ന് പറഞ്ഞാൽ ഒരു കയറ് അറ്റ് പോയാൽ കുറച്ചങ്ങ് കുറഞ്ഞു പോയില്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അറ്റ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഈ NNP കാണുന്നത് എങ്ങനെയാണ്? NNP = GNP മൈനസ് ഡിപ്രിസിയേഷൻ കോസ്റ്റ് ആണ്. എന്താ ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? തേയ്മാന ചെലവ്. ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ന് പറയും. അത് തേയ്മാന ചെലവ്. അറ്റ ദേശീയോൽപ്പന്നം കാണണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? GNPയിൽ നിന്ന് ഡെപ്രിസിയേഷൻ ചെലവ് കുറച്ചാൽ മതി കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റ ദേശീയോൽപ്പന്നം സമം മൊത്തം ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം അഥവാ PCI. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന മറ്റൊരു അളവുകോലാണ് പ്രതിശീർഷ വരുമാനം. ഇനി എന്താണ് ഈ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്? ദേശീയ വരുമാനത്തെ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. അപ്പൊ പ്രതിശീർഷ വരുമാനം എന്ന് പറയുമ്പോൾ PCI = നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർമ്മിച്ചു വെക്കുക, പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനത്തെ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുക, ആ തുകയാണ് നമ്മുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അത് കാണാനുള്ള സൂത്രവാക്യമാണ് ഈ തന്നിരിക്കുന്നത്. PCI = നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ആകെ ജനസംഖ്യ ദേശീയ വരുമാനത്തെ അപേക്ഷിച്ച് വർദ്ധിക്കുകയാണെങ്കിൽ പ്രതിശീർഷ വരുമാനത്തിൽ എന്താ സംഭവിക്കുക? കുറവാണ് സംഭവിക്കുക അല്ലേ. രാജ്യത്തെ ആകെ ജനസംഖ്യ ദേശീയ വരുമാനത്തെ അപേക്ഷിച്ച് വർദ്ധിക്കുകയാണെങ്കിൽ പ്രതിശീർഷ വരുമാനം അവിടെ എന്ത് ചെയ്യും? കുറയും. അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികൾ, ലിമിറ്റേഷൻസ് ഇൻ മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്തിനാണ്? രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനത്തിന് ഒട്ടേറെ പ്രായോഗിക പ്രയാസങ്ങളും പരിമിതികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പരിമിതികളെന്ന് നോക്കാം. ഒന്ന്, കൃത്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം. കൃത്യമായിട്ട് എന്ത് ചെയ്യില്ല? ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റൂല. ഇനി സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത, അതായത് ഡബിൾ കൗണ്ടിങ്. സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിനെ നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്നാണ് പറയുന്നത്. അത് എന്താണ്? ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ ഒരു പോരായ്മയാണ്.
അടുത്തത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. അപ്പൊ അതിന്റെ കണക്ക് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അടുത്തത് വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കപ്പെടുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടമ്മമാർ എന്തുമാത്രം ജോലി ചെയ്യുന്നു, അത് നമ്മൾ ഏതിനകത്ത് കണക്ക് കൂട്ടുന്നില്ല, ദേശീയ വരുമാനത്തിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവന, സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം. 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതായത് NSO, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായിട്ട് കണക്കാക്കുന്നതിന് മൊത്തവർദ്ധിത മൂല്യം, മൊത്ത സംയോജിത മൂല്യം, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ, അതായത് GDP ആയിരുന്നു മേഖലാതല സംഭാവനകൾ കണക്കാക്കിയിരുന്നത്. മൊത്ത വർദ്ധിത മൂല്യം GVA, മൊത്ത വർദ്ധിത മൂല്യം പ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലകളുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായും കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്നാ തുടങ്ങി വെച്ചത്? 2015 ജനുവരിയിലാണ്. ഏത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഗ്രോസ് വാല്യൂ ആഡഡ്. കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദ്യം GDP മാത്രം പരിഗണിച്ചാണ് നോക്കിയിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ GVA പരിഗണിച്ചാണ് നോക്കുന്നത്. GVA എന്ന് പറഞ്ഞാൽ ഗ്രോസ് വാല്യൂ ആഡഡ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് GVA അഥവാ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് നോക്കാം. മൊത്തവർദ്ധിത മൂല്യം അഥവാ ഗ്രോസ് വാല്യൂ ആഡഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. ഇപ്പോൾ ദേശീയ കണക്കിൽ മൊത്തം ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിൽ, അതായത് ഗ്രോസ് പ്രോഡക്റ്റ് വാല്യൂവിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം, അതായത് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തവർദ്ധിത മൂല്യം അഥവാ GVA കിട്ടും. അപ്പൊ GVA കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് എന്താണ്? GVA എന്ന് പറയുന്നത് GVA ഈക്വൽ ടു അതിൽ നിന്ന് GPV കുറക്കണം. GPV മൈനസ് എന്താണ്? വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറക്കണം. കേട്ടോ. ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറക്കണം. അപ്പോൾ കിട്ടുന്നതാണ് ഏത്? GVA എന്ന് പറയുന്നത്. ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച റോ മെറ്റീരിയൽസിന്റെ ഉപഭോഗം, അതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർമീഡിയറ്റ് കൺസംഷൻ അഥവാ ഇടനില ഉപഭോഗം എന്ന് പറയുന്നത്. അപ്പോൾ GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്നത്തിന് മേലുള്ള നികുതികളോ സബ്സിഡികളോ എന്ത് ചെയ്യുന്നില്ല? പരിഗണിക്കുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ, ഉൽപ്പന്നത്തിന് മുകളിലുള്ള നികുതികളോ സബ്സിഡികളോ പരിഗണിക്കുന്നില്ല എന്ന്. എന്നാൽ GDP കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന് മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്തവർദ്ധിത മൂല്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു. GDP കണക്കാക്കുമ്പോൾ GVA പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി, ഇത് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം GDP കണക്കാക്കുമ്പോൾ. ഇനി ഇവിടെ നികുതിയും സബ്സിഡിയും കൊടുത്തിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി അഥവാ ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് സബ്സിഡി? സാമൂഹിക സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യമോ ആണ് സബ്സിഡി. ഉദാഹരണത്തിന് തൊഴിലില്ലാത്ത ആളുകൾ എംപ്ലോയ്മെന്റ് എന്നൊക്കെ ലോൺ എടുക്കുമ്പം 1 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ 10% ഗവൺമെന്റ് കൊടുക്കും. 1 ലക്ഷം രൂപ ലോൺ എടുക്കുമ്പോൾ അതിൽ 10,000 രൂപ ഗവൺമെന്റ് നമുക്ക് തിരിച്ചു തരും, അതായത് 10%. ഇനി മാവേലി സ്റ്റോറിലൊക്കെ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പം 1 കിലോ പഞ്ചസാരയ്ക്ക് 21 രൂപയൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പുറമേയുള്ള കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ 45ഒക്കെയാണ്. അപ്പോൾ അത് ഗവൺമെൻറ് സ്ഥാപനം ആയതുകൊണ്ട് ഗവൺമെൻറ് നമുക്ക് ഒരു പിന്തുണ നൽകുകയാണ്, അല്ലേ? സാമ്പത്തികപരമായിട്ടൊരു പിന്തുണ നൽകുകയാണ്. അതാണ് സബ്സിഡി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള വിവിധ കാലയളവിൽ, അതായത് 1982-83 മുതൽ 2022-23 വരെ ഏത് മേഖലയുടെ സംഭാവനയാണ് GVAയിൽ തുടർച്ചയായി കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നത്?
തുടർച്ചയായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുന്നത് എവിടെയാണ്? കാർഷിക മേഖല. ഈ നീല കൊടുത്തതാണ് കാർഷിക മേഖല. അത് കണ്ടോ, കുറഞ്ഞാണ് വരുന്നത്. ഇനി ഏത് മേഖലയാണ് ഇവിടെ കൂടി വരുന്നത്? ഇവിടെ തുടർച്ചയായിട്ട് കൂടുന്നത് ഈ പച്ച കളർ, അതായത് സേവന മേഖല. വ്യവസായ മേഖല എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ലാതെ തന്നെ തുടർന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കേരള സ്റ്റേറ്റിൻ്റെതാണ്. അപ്പോൾ ഇവിടെ നോക്ക്, വിവിധ കാലയളവിൽ ഓരോ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ ഈ ഗ്രാഫിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാർഷിക മേഖല, ഈ നീല കളറിൽ കൊടുത്തതാണ് കാർഷിക മേഖല. അപ്പോൾ കാർഷിക മേഖലയുടെ സംഭാവന ഓരോ വർഷത്തും കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ സംഭാവന പോയിട്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് സേവന മേഖലയിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വ്യവസായ മേഖല, അതായത് ദ്വിതീയ മേഖലയിൽ വലിയ മാറ്റമൊന്നും ഇല്ല. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മൊത്ത വർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന മറ്റ് മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണ്. കാരണം എന്താണ്? ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതുപോലെ രാജ്യത്തിന്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്നത് ബാങ്കിംഗ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ചയാണ്. ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച, ഇതൊക്കെ കാരണം കൊണ്ടാണ് സേവന മേഖല അഥവാ തൃതീയ മേഖലയിൽ ഈ ഒരു പുരോഗതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവയെല്ലാം GVA, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് വിഹിതത്തിലേക്കുള്ള തൃതീയ മേഖലയുടെ സംഭാവന വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാന കാരണങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത് അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച, ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെയാണ് മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവയിൽ മനുഷ്യവിഭവത്തിൻ്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊള്ളുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിലേക്ക് വളർന്നു വികസിച്ചിട്ടുണ്ട്. തൃതീയ മേഖലയുടെ ഭാഗമായി അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച സംഭവിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവരാധിഷ്ഠിത മേഖല വികാസം പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. അറിവധിഷ്ഠിത മേഖലയുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങളാണ്. അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായ സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകൾ, അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ, ഇതെല്ലാം അറിവധിഷ്ഠിത മേഖലയുടെ പുരോഗതിക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്. ഓർമ്മിച്ചു വെക്കണം, നോളജ് എക്കണോമി എന്ന് പറയുന്നത് അത് സേവന മേഖലയുടെ തന്നെ ഭാഗമാണ്. തൃതീയ മേഖലയിലാണ് ഈ നോളജ് എക്കണോമി ഉൾപ്പെടുന്നത്. ഇവിടെ ഇന്ത്യയുടെ തൊഴിൽ ഘടന കാണിക്കുന്ന ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നോക്കൂ, 1991 മുതൽ 2019-20 കാലഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ് കേട്ടോ. പക്ഷെ സംഭാവന ഇവിടെ നിന്നാണ്? തൃതീയ മേഖലയിൽ നിന്ന്. ഇനി നമ്മുടെ ഇന്ത്യയിൽ തൊഴിൽ മേഖലയിൽ സംഘടിത മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ? കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പു നൽകുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റീസ് ആക്ട്, കോഓപ്പറേറ്റീവ് ആക്ട് തുടങ്ങിയ ഏതെങ്കിലും നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത അവയുടെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയാണ് ഓർഗനൈസ്ഡ് സെക്ടർ അഥവാ സംഘടിത മേഖല. ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്തത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം പാലിക്കുവാൻ സംഘടിത മേഖലയിലെ തൊഴിൽ യൂണിറ്റുകൾ ബാധ്യസ്ഥരാണ്. ഇനി അസംഘടിത മേഖല അഥവാ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ എന്താ പറയുന്നത്? ഏതെങ്കിലും നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ അല്ലാത്തതോ സ്ഥിരമായ കണക്കുകൾ സൂക്ഷിക്കാത്തതോ ആയ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ. പ്രത്യേക രജിസ്ട്രേഷനോ നിയമാവലിക്കോ വിധേയമാകാതെ അനൗപചാരികമായി സമൂഹത്തിൽ നിലകൊള്ളുന്ന തൊഴിൽ മേഖലയാണ് അൺഓർഗനൈസ്ഡ് അല്ലെങ്കിൽ അസംഘടിത മേഖല എന്ന് പറയുന്നത്. സംഘടിത മേഖല, അസംഘടിത മേഖല ഇവ തമ്മിലുള്ള താരതമ്യം നോക്കിയേ.
സംഘടിത മേഖല എന്ന് പറയുമ്പം രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിലാണ്. എന്നാൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിലാണ് അസംഘടിത മേഖലയിലുള്ളത്. സ്ഥിരം തൊഴിൽ ഉറപ്പു നൽകുന്നു സംഘടിത മേഖല. എന്നാൽ സ്ഥിരം തൊഴിൽ ആരുറപ്പ് നൽകുന്നില്ല? അസംഘടിത മേഖല. താരതമ്യേന കൂടിയ ശമ്പളമാണ് സംഘടിത മേഖല നൽകുന്നത്, കുറഞ്ഞ ശമ്പളമാണ് അസംഘടിത മേഖല നൽകുന്നത്. തൊഴിൽ സുരക്ഷിതത്വം സംഘടിത മേഖലയിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. എന്നാൽ അസംഘടിത മേഖല അഥവാ പ്രൈവറ്റ് സെക്ടറുകളിൽ എന്തില്ല? തൊഴിൽ സുരക്ഷിതത്വം ഇല്ല. പിന്നെ നിയമാനുസൃത വേതനമാണ് സംഘടിത മേഖലയിൽ നൽകുന്നതെങ്കിൽ നിയമങ്ങളുടെ പിൻബലം ആർക്ക് ലഭിക്കുന്നില്ല? അസംഘടിത മേഖലയ്ക്ക് ലഭിക്കുന്നില്ല. പിന്നെ സംഘടിത മേഖലയിൽ സാമൂഹ്യ പരിരക്ഷ, തൊഴിൽ ഉയർച്ചയ്ക്കുള്ള സാധ്യത, നിശ്ചിത ജോലി സമയമൊക്കെ ഉണ്ട് ഇപ്പോൾ സർക്കാർ ജോലിയൊക്കെ. എന്നാൽ സാമൂഹ്യ പരിരക്ഷ കുറവ്, തൊഴിൽ ഉയർച്ചയ്ക്കുള്ള സാധ്യത കുറവ്, ജോലി സമയത്തിൻ്റെ കൃത്യതയില്ലായ്മ, ഇതൊക്കെയാണ് അസംഘടിത മേഖലയിൽ സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഗവൺമെൻറ് ജോലിയും പ്രൈവറ്റ് ജോലിയും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ മതി. അസംഘടിത മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സുരക്ഷിതമില്ലാത്ത തൊഴിലിടങ്ങൾ, ദീർഘമായ തൊഴിൽ സമയം, താരതമ്യേന കുറഞ്ഞ വേതനം, സാമൂഹിക സാമ്പത്തിക അസമത്വം, താഴ്ന്ന ജീവിത നിലവാരം. ഇനി ഇവിടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ്. അപ്പോൾ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2018 ഇത് പ്രകാരം ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നുണ്ട്. അടുത്തൊരു നിയമമാണ് സാമൂഹിക സുരക്ഷാ കോഡ് എന്ന് പറയുന്നത്. സാമൂഹിക സുരക്ഷാ കോഡ് നിലവിൽ വന്നത് 2001 അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവാനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, ഇതൊക്കെയാണ് ഇതിലൂടെ ഉറപ്പുവരുത്തുന്നത്. ഇത് രണ്ടും ആർക്ക് വേണ്ടിയിട്ടാണ്? അസംഘടിത മേഖലയിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. ഇനി ഇവിടെ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ കുറിച്ച് പറയുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ കോഡ് 2020 പ്രകാരം ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഗിഗ് തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇനി ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കും. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നു. പിന്നെ താല്പര്യമുള്ള മേഖലയിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു. ഇതൊക്കെ ആർക്കുള്ള ഒരു ഗുണമാണ്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് കേട്ടോ. ഇതൊക്കെ സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 പ്രകാരമാണ് പറയുന്നത്. ഈ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ, ഇവരൊക്കെ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്